മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച് സ്പോഞ്ച് കേക്കാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസും ഓറഞ്ച് സെസ്റ്റുമാണ്. അപ്പം നിങ്ങൾ ഈ കേക്ക് തയ്യാറാക്കുമ്പം എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസും ഓറഞ്ച് സെസ്റ്റും തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ മൈദയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ചിന്റെ ജ്യൂസ് ആണ്. ഞാനിവിടെ ഒരു ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് എടുത്ത് വെച്ചിരിക്കുന്നത് അതിന്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കേക്കിന് നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നത് ഓറഞ്ചിന്റെ തൊലി ചേർക്കുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് 2 മുട്ടയും ചേർക്കണം. വാനില എസൻസും വേണം. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും വേണം. ആദ്യം നമുക്ക് 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പം അതിലേക്ക് വാനില എസൻസും കൂടി ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാരയും മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിന്റെ തൊലിയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഓറഞ്ചിന്റെ തൊലി നമ്മൾ എന്തായാലും ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കണം. അത് ഒഴിവാക്കരുത്. അത് ചേർക്കുമ്പോഴാണ് ഈ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടുക. ഓറഞ്ചിന്റെ ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർക്കാം. അത് കുറേശ്ശെ വീതം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. നമ്മളെപ്പോഴും കേക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ആ കേക്കിൻ്റെ ട്രേ നമ്മൾ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ആ കേക്ക് ട്രേയിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റ്സ് വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പുറത്തുള്ള ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് പൊളിച്ചു മാറ്റാം. നമ്മുടെ ഓറഞ്ച് സ്പോഞ്ച് കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കേക്കാണ്. ഓറഞ്ച് ജ്യൂസും ഓറഞ്ചിന്റെ തൊലിയൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ഫ്ലേവർ ഒക്കെ വരുന്നതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു ഓറഞ്ച് കേക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.